ഇത് പൊന്നിന് കൊടുക്കാനാണ്. പൊന്നുണ്ട് അവിടെ കിട്ടുന്നത് കാണാൻ പറ്റുമോ? അത് നോക്കി കിടക്കുക. നോക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. കണ്ടോ മൊത്തമായി കണ്ടതിൻ്റെ എക്സ്പ്രഷൻ. അയ്യടാ ഇതാർക്കീ മുട്ടായി? കുഞ്ഞിനെ കൊണ്ട് തരാം. ഇഞ്ചി പൊന്നിനാണോ? നമ്മുടെ പൊന്നിനാണ് ഈ മുട്ടായി. ഇഞ്ചി പൊട്ടിച്ചേരാം. കൊതിയുണ്ട്, കൊതിച്ച് ഭയങ്കര കൊതിക്കുക. ചിരിച്ചേ, ചിരിക്കടി. കുഞ്ഞിനുണ്ടോ മുട്ടായി? കുഞ്ഞിന് മുട്ടായി ഉണ്ട്. അമ്മ ചേർത്തിട്ട് കയറിയിട്ട് തരാം. മാറാ ഇനിയില്ല. ഒരു മുട്ടായി മുഴുവൻ ഒറ്റയ്ക്കകത്താക്കിയിട്ട് എനിക്ക് വരി. ഓക്കെ, മുട്ടായി എടുക്കട്ടെ, അവൾക്ക് കൊടുക്കണ്ടേ? ഇടി ഇവന്മാരെന്നെ കൊല്ലും. ഒരു മുട്ടായി കഴിച്ചില്ല പൊന്നെ. ഇനിയും പൊന്നൊരു മുട്ടായി വേണം. പൊന്നൊരു മുട്ടായി വേണം. പിന്നെയും തട്ടി എന്നാ എവിടെ അവള് കിടക്കുന്നില്ലേ? ഇറങ്ങി ചെല്ലുന്നത് ഈ ചെരുപ്പിടാൻ വരാം. ഇറങ്ങി ചെന്നിട്ട് അവൾക്ക് വേണ്ട. അവൾ അങ്ങ് പോയി ആ തുമ്പത്തോട്ട്. പൊന്നിനി വേണോടാ മുട്ടായി? ഇനി വേണം മുട്ടായി? അയ്യോ, ഒരെണ്ണം കഴിച്ചിട്ടിരിക്കുക. ഒരെണ്ണം കഴിച്ചിട്ടിരിക്കുന്നതാ. കാത്തിട്ട് കയറുന്നുണ്ടോ? ഇച്ചിപ്പുല്ലും വന്ന് അത്രയ്ക്ക് വന്ന് വേറെ ചോക്ലേറ്റ് തരാം. എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാ? ഇവിടെ വാ. അവളെ അയച്ചു വിടരുതേ. അവളകത്തോട്ട് കയറണേ. അവളകത്തോട്ട് കൊണ്ടുപോയിക്കോ. അവളെ പിടിച്ചോണം. ബാ വേണമെങ്കിൽ വാ, ഞാനൊരു സാധനം തരാം. വാ, നീ വാ പൊന്നെ. എന്നാ കുഞ്ഞിനെ കൊടുക്കാൻ പോവാ. വേറെ മുട്ടായി ഉണ്ടെന്ന് പറയാം. എന്നിട്ട് വരുവോ? കാലിനെങ്ങനെയുണ്ട്? നീരായി. ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ആശുപത്രി പോയി. അത് ഇവളുമാരെ ശ്രദ്ധിക്കണ്ടേ? അവളുമാർക്ക് അതൊന്നും നോക്കണം. എവിടെ എവിടെ പോയാലും അവള് തിരിച്ചു വരും. ഞാൻ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് തിരിച്ച് ഫ്രിഡ്ജ് വെക്കാം നമുക്ക്. ഞാൻ കൊച്ചങ്ങൾക്ക് കൊടുക്കും. ഇത് പൊന്നൂസിന് വരില്ല അമ്മച്ചേ?
ആ മുട്ടായി കാണിച്ചുകൊണ്ട് മാത്രം കൊച്ചു തിരിച്ചു കയറി വന്നു, അല്ലെങ്കിൽ ആ വഴിക്കങ്ങ് പോയത്. എന്നതാ കൊച്ചേ? നമുക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വലിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത് കുഞ്ഞിച്ച് കഴിച്ചു. കുഞ്ഞിന് ഇച്ചിരി കൊടുക്കണം. കുഞ്ഞിന് ഇച്ചിരി കൊടുക്കണം. അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ലേ. നോക്കിക്കേ, കുഞ്ഞിന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാൻ മുഴുവൻ എടുത്തു പോകും. കുഞ്ഞിന് കുഞ്ഞോ എന്നിട്ട് വാ. അവിടെ അടി കിടപ്പുണ്ട്, അടി കിടപ്പുണ്ട്. ഇട്ട് കൊടുത്തേക്ക്, ഇട്ട് കൊടുത്തേക്ക്, അവിടെ എടുത്തോളൂ. ഇട്ട് കൊടുത്തേക്ക്. ഇത് ഭയങ്കര ബോധിയാ, അവർക്ക് ഇഷ്ടമായതുകൊണ്ട് കഴിക്കട്ടെ. ചോക്ലേറ്റ് അധികം കഴിക്കാൻ പാടില്ലാത്തതാ കൊച്ചേ. മധുരം ഒത്തിരി തിന്നാൻ മേലാത്തതാ കൊച്ചേ. എനിക്ക് മേലെ കൊച്ചിനോട് എത്ര കൊതി. അതാ തിന്നോടി. കുഞ്ഞിനെടുത്ത് കാണാൻ നോക്കട്ടെ. പോയി ചമ്മിപ്പോയി, പൊന്നിച്ച് ചമ്മിപ്പോയി. നീ എന്നതാ? ഇനിയില്ല, കവർ അങ്ങോട്ട് കൊടുക്കുക. എനിക്ക് ഞാനൊരു സാർ എടുക്കണ്ടേ? ആ ഈ നാക്ക് കുട്ടീനെ എടുക്കരുത്. ഓ അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജിമാരടങ്ങുന്ന മൂന്നംഗ സമിതി സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കോടതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് നൽകുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ, അതായത് വർമ്മയുടെ ഫോണുമായി രേഖകൾ വാട്സ്ആപ്പ് ചാറ്റുകൾ ഒന്നും എന്നുള്ളൊരു നിർദ്ദേശം പ്രധാനമായിട്ടും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഇനി സമിതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് സാങ്കേതികമായ വിഷയങ്ങളാണ്. ഡിജിറ്റൽ തെളിവുകൾ ചോക്ലേറ്റ് കാണിച്ചുകൊണ്ട് മാത്രം വെച്ച് തിരിച്ചു കയറുക. ഇതിനായി ആവശ്യമായി വരും. ഇതിന്റെ സാങ്കേതിക സഹായം അടക്കം നൽകുന്ന